ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മസ്കറ്റിലെ മെയിൻ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാട്ടോ പോകുന്നത്, അതായത് ഡോൾഫിൻ വ്യൂ പോയിൻ്റ്. അപ്പോൾ അതിൻ്റെ പേരാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചെന്ന ബോർഡ്, എന്താ മെറീന എന്താ അൽ റവാദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ എൻട്രൻസ് ആട്ടോ, അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഷോ എന്ന് പറയുന്നത് രാവിലെ 9 to 10, പിന്നെ 11 to 12, അങ്ങനെ 2 ഷോ ആണ് രാവിലെ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ആ സമയത്ത് നമുക്ക് എത്താൻ പറ്റില്ല. നമ്മൾ 9 മണീൻ്റെ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതല്ല 10 മണീൻ്റെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ വേറെ കാണാനും കാര്യങ്ങൾ, അങ്ങനെ വേറൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിവിടെ എത്തുമ്പോൾ 1:30 അപ്പോൾ ഇവിടെ 12-1 മണിയാകുമ്പോഴത്തേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആണ് തുടങ്ങുന്നത്, 4:30 5 മണി അങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷെ ആ സമയം വരെ നമുക്ക് നിൽക്കാനും വെയിറ്റ് ചെയ്യാനും പറ്റിയില്ല, കാരണം തിരിച്ച് വരേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടുന്ന് മസ്കറ്റിൽ നിന്ന് 3 മണിക്കൂറും കൂടെ എത്തേണ്ട ടൈമുണ്ട്. അപ്പോൾ പിന്നെ പിറ്റേന്ന് സ്കൂളും സൺഡേ സ്കൂളുണ്ടല്ലോ അവിടെ, അങ്ങനെ നമുക്ക് അത് കയറാൻ പറ്റില്ല. പക്ഷെ അവിടെ ഫുള്ളും ചുറ്റിക്കറങ്ങി കണ്ട് ആ കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം എന്താ പറയുക, ഇവിടെ എന്താണെന്ന് വെച്ചാൽ മെയിൻ ഇത് എന്താ പറയുക, ബോട്ടിൽ കൊണ്ടുപോകും. പിന്നെ നമ്മളെ കടൽ, അതിൻ്റെ അപ്പുറം കെട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം കടലാണ്, മെയിൻ കടൽ. ആ കടലിൻ്റെ ഉള്ളോട്ട് കൊണ്ടുപോകും നമ്മളെ ഈ ബോട്ടുകളിൽ. എന്നിട്ട് ഡോൾഫിന് എന്താ രസം എന്നറിയാം. അത് ശരിക്കും പറയാം, ഞാനത് ഇങ്ങനെ നേരിട്ട് പോയി കണ്ടിട്ടില്ലെങ്കിലും കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡോൾഫിന് നമ്മളെ തൊട്ടരികിലൂടെ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലൊരു വ്യൂ ആണ്, നല്ല കടൽ, നല്ലൊരു പ്ലേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വന്ന് നല്ലൊരു വ്യൂ. നട്ടുച്ചയൊക്കെ നമ്മളിവിടെ ഇത് എടുക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് തണുപ്പ് ക്ലൈമറ്റ് ആയതുകൊണ്ട് ചൂട് വല്ലാണ്ട് അങ്ങനെ ബാധിച്ചില്ല. പക്ഷേ ചൂടുള്ള സമയത്ത് ഒരിക്കലും നമുക്ക് ഈ സമയത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് എഴുതിയ കാര്യങ്ങളും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം അവിടെ ബാത്റൂം കാര്യങ്ങളെല്ലാം, നിസ്കരിക്കുന്ന എല്ലാ ഇതും സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അത് ആ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ. പിന്നെ നമ്മളിങ്ങനെ ആ സൈഡ് ഇങ്ങനെ പോയപ്പോൾ അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. ഇവിടെ എല്ലാവർക്കും ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഏരിയ. ഫുഡൊന്നും പിന്നെ നമ്മളവിടെ ചോദിച്ചിട്ടില്ല, എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു, എന്താണെന്നുള്ള അറിയില്ല. ഇവിടെയൊക്കെ കുറേ വിദേശികൾ വന്നിട്ടുണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണത്. ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ആ സമയം ഇപ്പോൾ ഒന്നങ്ങനെ വെറുതെ കറങ്ങി. വാലൻറ്റൈൻസ് ഡേ ആയിരുന്നല്ലോ സാറ്റർഡേ, അന്നായിരുന്നു പോയത് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലവർ കൊണ്ട്, അതായത് നമ്മൾ റോസ് പൂവിലേതാ, അതുകൊണ്ടൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സ്വിമ്മിങ് പൂളാട്ടോ, അതാ ബ്ലൂ കാണുന്ന അവിടെ സ്വിമ്മിങ്ങിന്. അതൊരു അച്ഛനും ചെറിയൊരു കുട്ടിയും നല്ല സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതാ ഫ്ലവർ കണ്ടോ, റോസ് കൊണ്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് വെറുതെ കവർ ചെയ്ത് പോയി, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാ. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ അത്ര ബാധിച്ചില്ല, കാരണം തണുപ്പാണല്ലോ ഇവിടെ. അപ്പോൾ ഉച്ചക്ക് വെയിലുണ്ടെങ്കിലും വല്ലാണ്ട് അങ്ങനെ ബാധിക്കുന്നില്ല. ചൂട് സമയത്താണെങ്കിൽ പറ്റില്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഇവിടെ ഫുൾ ബോട്ടുകൾ കണ്ടോ, ഫുൾ നിറച്ച ഹൗസ് ബോട്ട്. പിന്നെ വലിയ സൈസ് ഉണ്ട്, ഫാമിലിക്ക് മൊത്തം കൊണ്ടുപോകാൻ പറ്റിയത് കേട്ടോ. 1-2 ആ സൈഡിൽ കാണണം. ഞാൻ വീഡിയോയിൽ നോക്കട്ടെ, എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആ തടത്തിൻ്റെ അങ്ങോട്ടൊക്കെ നമ്മൾ ഇറങ്ങി നിൽക്കണം. ബോട്ടുകൾ നമ്മൾ അടുപ്പിച്ചിട്ട് അതിലാണ് നമ്മളെ കൊണ്ടുപോകുക. അതായത് ആ തടത്തിൻ്റെ അപ്പുറത്ത് കൂടെ പോകണം. അതിപ്പോൾ വഴി എങ്ങനെ ഞാൻ കാണിച്ചു തരാം, വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് ഉള്ളിലത്തെ ഭാഗം കേട്ടോ, ഞാൻ നേരത്തെ പോകുമ്പോൾ കണ്ടില്ലേ ലെഫ്റ്റ് ഭാഗം. അതിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കടലിലുള്ള ഓരോരോ മത്സ്യങ്ങൾ, ആ ഓരോ ഇത്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും ബാത്റൂം കാര്യങ്ങൾ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാട്ടോ, ഓഫീസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ വേണ്ട എന്തോ ഭംഗിയെന്ന് അറിയാം അത് കാണാൻ. കുറേ ബോട്ടുകൾ, വെയിലുണ്ടായതിനോട് കൂടുതൽ. അതിൻ്റെ അപ്പുറം കേട്ടോ കടലാണ്, അതിൻ്റെ അപ്പുറം ആ തടല്ലേ, ആ തടം കെട്ടിക്കഴിഞ്ഞ് അതിൻ്റെ അപ്പുറമാണ് കടൽ. ഇത് പിന്നെ നമ്മൾ
കടൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ പോയിട്ട് ഇപ്പുറത്തെ സൈഡുണ്ട്, അവിടെ നിന്ന് നമുക്ക് കടൽ കാണാൻ പറ്റും. അതായത് ഇത് കടലിൻ്റെ ഒരു സൈഡാണ്. അപ്പുറത്തെ സൈഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതിലിങ്ങനെ നടന്ന് കണ്ടോ, നല്ല നല്ല പവിഴപ്പുറ്റുകൾ, ചെറിയ ചെറിയ ഫിഷുകളെല്ലാം നമുക്ക് അക്വേറിയത്തിലൊക്കെ ഇട്ടേക്കാൻ പറ്റിയ അങ്ങനത്തെ ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ശരിക്കും തെളിഞ്ഞാൽ റെഡ് കളറ് പോലുള്ള അത് നല്ല കൂട്ടം കൂട്ടമായിട്ടാണ് അവർ പോകുന്നത്. പക്ഷെ ഇതിൽ ക്ലിയർ ഇല്ല, എൻ്റെ ഫോണ് പിന്നെ വലിയ ഇതല്ല. നമ്മൾ കടൽ കാണാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയതാ. അങ്ങനെ ഇതുവരെ എന്തൊക്കെയൊക്കെ ഇതാണത്, എന്താ കടലാണത് മെയിൻ. അതിൻ്റെ അപ്പുറത്താണ് മെയിൻ വലിയ കടൽ. അടിപൊളി വ്യൂ കേട്ടോ. അതാ കണ്ടോ കടലിതാ കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകും. പിന്നെ വേറെ ഉണ്ട് കേട്ടോ, അതായത് നമുക്ക് കടലിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് മുഖത്തൊക്കെ ഇതൊക്കെ ഇടൂലേ, ഓക്സിജൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ നീന്തൽ അറിയുന്നവർക്ക് അത് പറ്റും. അവർ കൊണ്ടുപോകും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ട്. അതുണ്ട്, 2 ടൈപ്പ് ഉണ്ട് ഇവിടെ. അതായത് ബോട്ടിൽ പോയി നമുക്ക് ഡോൾഫിൻ വ്യൂ പോയി കാണാം. ഇല്ലെങ്കിൽ നമുക്ക് കടലിൻ്റെ അടിയിൽ പോയിട്ട് കാണുന്ന വിധമല്ലേ, അതിൻ്റെ എല്ലാ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓക്സിജൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കവർ ചെയ്തിട്ട് പോകുന്ന ടൈപ്പില്ലേ. ഞാൻ പോയിട്ടില്ല ഇതുവരെ, എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, നീന്തലൊന്നാമത് അറിയില്ല. അങ്ങനത്തത് കടലൊക്കെ കണ്ട. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ആ പോകുന്ന വഴിക്ക് ഇങ്ങനെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി വീഡിയോസ് എടുത്തതാണ്. അങ്ങനെ നല്ലൊരു സ്ഥലം കേട്ടോ. പറ്റുന്നവരൊക്കെ ഇവിടെയുള്ള മസ്കറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, കാണാത്ത സ്ഥലമൊന്നുമല്ല. ഇതൊരുപാട് പിന്നെ കാണുന്നത് തന്നെയാണ്, ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് സന്ദർശിച്ചു എന്ന് പറയാം. പക്ഷേ ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് 20 ആണ് അവർ പറഞ്ഞത്. പക്ഷേ അവർ 15 തരാമെന്ന് പറഞ്ഞു. അതായത് ഇവിടുത്തെ 15 ഇത് റിയാൽ, ഇതല്ല റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലിപ്പോൾ എത്ര വരും, ദുബായിൽ 15 ദിറം അല്ല 15 അല്ല 150, ദുബായിൽ 150 ദിറം, ഇവിടുത്തെ 15 റിയാൽ. അപ്പോൾ നാട്ടിലെത്താൻ എത്രയെന്ന് പറഞ്ഞാൽ ഒരു 300 റുപ്യേൻ്റെ മേലായില്ലേ. ഇപ്പോഴത്തെ എത്ര എനിക്ക് മൂല്യം എന്നറിയില്ല. അവർ പിന്നെ ലാസ്റ്റ് എത്ര പറഞ്ഞ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, 15 തോന്നുന്നു ഒരാൾക്ക് പറഞ്ഞത്. 20 ഒക്കെയാണ് ഒരാൾക്ക് പറഞ്ഞത്. പക്ഷെ 10 കിട്ടും തോന്നുന്നു. എന്തായാലും ഒരാൾക്ക് 2000-2500 രൂപ എന്തായാലും നാട്ടിലെ ഇത് ചുരുങ്ങിയത് കൊടുക്കണം. നമ്മൾ പിന്നെ ഓവർ ഇങ്ങനെ അന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്ത പ്രൈസ് നമ്മൾ ക്യാഷ് അടിച്ചിട്ടില്ല. അന്ന് അവർ എല്ലാവർക്കും കൂടി എത്ര പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കൂടി ഒരു എന്തോ ഒരു റേറ്റ് പറഞ്ഞ്, എനിക്ക് കറക്റ്റ് അറിയില്ല, ആ മൂപ്പർക്ക് അറിയുള്ളൂ. അങ്ങനെ നല്ലൊരു പ്ലേസ് കണ്ടു, സന്ദർശിച്ചു വന്നു. കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും കാണാൻ പറ്റിയതിൽ സന്തോഷം ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് തിരിച്ചെത്തേണ്ട ആവശ്യം ഉണ്ടായി, മൂപ്പർക്ക് പെട്ടെന്ന് വരേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് കയറാൻ പറ്റാഞ്ഞത്. ഓക്കെ ബൈ.